ഹലോ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണമൊക്കെ ആഘോഷിച്ചിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് വില്ലയിൽ ഒരു ഗെറ്റ് ടുഗദർ നടത്തിയിരുന്നു കഴിഞ്ഞ തേഴ്സ്ഡേ ഈവനിങ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ റൂം ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് മാറുന്നുണ്ട്, പലരും പല സ്ഥലത്തേക്കാണ് മാറുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടി ഒന്ന് എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ ഗെറ്റ് ടുഗദർ സ്റ്റാർട്ട് ചെയ്തത് ഒരു കേക്ക് കട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ കേക്ക് റെഡിയാക്കിയത് നമ്മുടെ അസ്മത്താണ്. അടിപൊളി കേക്കായിരുന്നു, ചോക്ലേറ്റ് കേക്കാണ് റെഡിയാക്കിയിരുന്നത്. അപ്പോൾ അതിൽ ഫ്രണ്ട്സ് ഫോർ എവർ എന്നൊക്കെ എഴുതി ആണ് അവൾ ഡെക്കറേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ സംഭവം സൂപ്പറായിരുന്നു, ചോക്ലേറ്റ് കേക്കായിരുന്നു, സൂപ്പർ സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ചേട്ടന്മാരെ കൊണ്ടാണ് കേക്ക് കട്ട് ചെയ്യിപ്പിച്ചത്. കാരണം അവർക്കൊരു പരാതി ഉണ്ടായിരുന്നു, ഞങ്ങൾ ന്യൂ ഇയർ എല്ലാ വർഷവും ന്യൂ ഇയർ ലേഡീസ് നമ്മൾ കേക്ക് വാങ്ങി കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തവണ ലാസ്റ്റ് ആയതുകൊണ്ട് നമ്മളെ ചേട്ടന്മാരെ കൊണ്ട് തന്നെ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും കഴിച്ചു. കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ഫുഡടി പരിപാടിയായി. ഫുഡ് ഞങ്ങൾ പുറത്തുനിന്നായിരുന്നു ഓർഡർ ചെയ്തത്. മദിനാസിത് ടി ജംഗ്ഷനിൽ നിന്നായിരുന്നു ഫുഡ് ഓർഡർ ചെയ്തത്. ബീഫ് കറിയും ചിക്കൻ ഫ്രൈയും ബെറോട്ടയായിരുന്നു. പിന്നെ ഞങ്ങൾ കുക്ക് ചെയ്യാനൊന്നും നിന്നില്ല, കാരണം ആദ്യം ഞങ്ങൾ പ്ലാൻ ഇട്ടിരുന്നു എല്ലാവരും കൂടി കുക്ക് ചെയ്തിട്ട് കഴിക്കാമെന്നുള്ളത്. പിന്നീട് എന്താ പറയുക, ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളും തിരക്കും പാക്കിങ്ങും ഒക്കെ ആയപ്പോഴത്തേക്ക് ആകെ തിരക്കും കാര്യങ്ങളായതുകൊണ്ട് പിന്നെ കുക്ക് ചെയ്യാനൊന്നും അവർക്ക് ടൈമില്ല. എല്ലാവരും കൂടി ഷെയർ ഇട്ടിട്ട് പുറത്തുനിന്ന് ഓർഡർ ചെയ്തു. ഫുഡൊക്കെ കറക്റ്റ് ടൈമിന് തന്നെ കിട്ടി. പിന്നെ ഫുഡടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാം അടിപൊളി ഫുഡായിരുന്നു. ബീഫ് കറിയും ഫ്രൈയും പിന്നെ ബെറോട്ടയൊക്കെ അടിപൊളിയായിരുന്നു.
ഫുഡ് കഴിച്ചിട്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ. എല്ലാവരും പാട്ട് പാടി. സുമിൻ ചേട്ടനായിരുന്നു കേട്ടോ ഫസ്റ്റ് പാടിയത്. അത്യാവശ്യം നന്നായിട്ട് പാടും സുമിൻ ചേട്ടൻ. റൂമിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പാട്ടൊക്കെ പാടാറുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരുമൊക്കെ കൂടിയപ്പോഴത്തേക്ക് അങ്ങനെ ഒരു പാട്ട് പാടാമെന്നുള്ളൊരു പ്ലാൻ ചെയ്തു. അപ്പോൾ പിന്നെ അറിയാവുന്നവരും അറിഞ്ഞിടാത്തവരും എല്ലാവരും നന്നായിട്ട് പാടി. പാട്ടിൻ്റെ കാര്യങ്ങളൊന്നും കൂടുതലൊന്നും അറിയില്ല കേട്ടോ. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു. അത് എല്ലാവരും ഒക്കെ പാടി. കുട്ടികളും ഒക്കെ കൂടെ കളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിൽ തന്നെ വേറൊരു സംഭവം എന്ന് പറയുന്നത് ഹാരിസ് നല്ല അടിപൊളിയായിട്ട് പാടി. ഹാരിസ് ഇത്രയും നന്നായിട്ട് പാടുമെന്നുള്ളത് നമ്മൾ അന്നൊരു ദിവസമാണ് അറിയുന്നത് തന്നെ. ഒരുപാട് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വെച്ച സമയത്തൊന്നും ഇതുപോലെ നമ്മൾ പാട്ട് പാടി അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ അന്നൊരു ദിവസമാണ് അറിയുന്നത് ഹാരിസ് ഇത്രയും നന്നായിട്ട് പാടുമെന്നുള്ളത്. അടിപൊളിയായിരുന്നു, അടിപൊളിയായിട്ട് പാടി. എല്ലാവരും നല്ല സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ അന്നത്തെ ഒരു ദിവസം ഒരിക്കലും മറക്കാനേ പറ്റില്ല. പിന്നെ നമ്മളും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളൊരു ഡ്യൂറ്റൊക്കെ പാടിയിട്ടുണ്ട് കേട്ടോ. പാട്ട് ഞാൻ ഇടാത്ത കാരണം എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എല്ലാവരും പാട്ടും നല്ല സൂപ്പറായിരുന്നു. പക്ഷേ ഇപ്പോൾ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ വോയിസ് ഇടാത്തത്. കാത്തുൻ്റെ ഒരു ഇംഗ്ലീഷ് സോങ് ആയിരുന്നു കേട്ടോ കാത്തു പാടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിസാറിൻ്റെ ഒരു മാപ്പിളപ്പാട്ടായിരുന്നു. അതും എല്ലാവരും എൻജോയ് ചെയ്തു. അവസാനം നമ്മുടെ തൻസീബിൻ്റെ ഒരു നാടൻ പാട്ടായിരുന്നു. അപ്പോൾ അതോടുകൂടി നമ്മുടെ പാട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പാട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പാട്ടിട്ടിട്ട് ഡാൻസ് കളിയായിരുന്നു. അപ്പോൾ കുട്ടികൾ എല്ലാവരും വലിയവരും കുട്ടികളെക്കാട്ടി വലിയവർക്കായിരുന്നു ഇഷ്ടം ഡാൻസ് ചെയ്യാനൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 പാട്ടൊക്കെ ഇട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ സമയം 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പിരിഞ്ഞു. കുട്ടികൾക്കൊക്കെ ഉറക്കം വന്നിട്ട് ആകെ ക്ഷീണമായി. അവർ പിന്നെ ഈ ഒരു കളിയും കാര്യങ്ങളിലായതുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. ഫ്രൈഡേ തന്നെ ഒരു ഫാമിലി മാറുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും തിരക്കിലാണ്. എന്താ പറയുക, ഈ ഒരു വില്ലയിൽ നമ്മൾ 5 വർഷമായിട്ട് താമസിക്കുകയാണ്. ഫസ്റ്റ് വില്ലയിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ബന്ധവും സ്നേഹവും ഒക്കെ നമ്മൾ തമ്മിൽ എല്ലാവരും തമ്മിലുണ്ട്. അത്രയ്ക്ക് ഒരു അറ്റാച്ച്മെൻറ്റാണ് ഈ വില്ലയായിട്ടും. അത് തന്നെ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വില്ലയിൽ നിന്നൊക്കെ മാറിപ്പോകുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ആകെ എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. എന്താ പറയുക, ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന കണക്കല്ലല്ലോ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും വിഷമമുണ്ട്. പലരും പല സ്ഥലത്തായിട്ട് താമസം മാറേണ്ടി വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒത്തിരി വിഷമമുണ്ട്. എന്നാലും നമ്മളെന്നും ഇതുപോലെ തന്നെ ഇപ്പം നിൽക്കുന്നത് എങ്ങനെയാണോ ആ ഒരു സ്നേഹവും കാര്യങ്ങളും എന്നും തന്നെ ഉണ്ടാവണമെന്ന് തന്നെയാണ് പ്രാർത്ഥന. 5 ഫാമിലി ആണെങ്കിൽ കൂടിയും ഈ വില്ലിൽ നമ്മളൊരൊറ്റ ഫാമിലി ആയിട്ടാണ് താമസിച്ചിരുന്നത്. കാരണം അത്രയ്ക്ക് സ്നേഹവും ബന്ധവും ഉണ്ട്. ഓരോരുത്തർ തമ്മിൽ നല്ല ഒരു അത്രയ്ക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ട് എല്ലാവരും.
അപ്പോൾ അത് എവിടെ പോയി കഴിഞ്ഞാലും എങ്ങോട്ട് മാറിയാലും എന്നും ഇതുപോലെ തന്നെ ആവണം എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.